മഹിളാ അസോസിയേഷൻ്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റുമായിട്ടുള്ള അഡ്വക്കേറ്റ് പി സതീദേവിയുടെ കൈകളിൽ തന്നെ ഈ അവാർഡ് ഏൽപ്പിക്കണം എന്നുള്ള നമ്മുടെ അവാർഡ് നിർണയ കമ്മിറ്റിയുടെ തീരുമാനം. അവാർഡ് നിർണയ കമ്മിറ്റി അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ, പി പത്മാവതി, ഡോക്ടർ സി ബാലൻ, എം വി രാഘവൻ, കെ മോഹനൻ തുടങ്ങി 6-7 പേരുണ്ടായിരുന്നു. ഇവരൊക്കെ തീരുമാനമാണ്. ഇവരുടെ പേരിലുള്ള അവാർഡ് സ്ത്രീ സുരക്ഷയ്ക്കും സമത്വത്തിനും ഒക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന ഉത്തമമായ കൈകളിൽ തന്നെ ഏൽപ്പിക്കണമെന്നുള്ളത് അതുതന്നെയാണ് ഇവരെ തിരഞ്ഞെടുക്കുവാനുള്ള കാരണം. ഇന്ന് ഈ പരിപാടിയിൽ ഇവിടെ നമ്മുടെ ക്ഷണമനുസരിച്ച് ഇവിടെ എത്തിയ മുഴുവൻ ആളുകളുമുണ്ട്. തുളുനാടിൻ്റെയും പാലക്കാട് ബ്രാഞ്ചിൻ്റെയും അഭേദവുമായിട്ടുള്ള സ്നേഹം ഞാൻ അറിയിച്ചുകൊണ്ട് ഈ രാമകഭാഷണത്തിൽ ഒതുങ്ങുന്ന മാധ്യമപ്രവർത്തകരും എഴുത്തുകാരനും പ്രഭാഷകരും ഒക്കെ ആയിട്ടുള്ള തുളുനാടിൻ്റെ മുഖ്യ രക്ഷാധികാരി കൂടിയായിട്ടുള്ള ശ്രീ വി വി പ്രഭാകരൻ 2005 തുളുനാട് മാസിക പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത്. അതിൻ്റെ അതേ കാലഘട്ടം മുതൽ കുമാരൻ്റെ ഒരു ഹൃദയത്തിൻ്റെ അയൽക്കാരൻ എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഒപ്പമുണ്ട്. തിരക്ക് പിടിച്ച എൻ്റെ പത്രപ്രവർത്തനം, മാധ്യമപ്രവർത്തനം ജീവിതകാലത്തും ഞാൻ കുമാരനോടൊപ്പം ധാരാളം കാര്യങ്ങളിൽ സഹകരിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് കുമാരൻ്റെ കിതപ്പും കുതിപ്പും വേദനകളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം അടുത്തറിയുന്ന ആളുകൂടിയാണ് ഞാൻ. 20 വർഷങ്ങളായി പ്രസിദ്ധീകരിച്ചു വരുന്ന ഈ മാസിക നമുക്കൊക്കെ അറിയാം. മലയാളത്തിൽ ഇന്ന് പ്രസിദ്ധീകരണ രംഗത്തിൻ്റെ അവസ്ഥ നാം അറിയുന്ന വളരെ പ്രസിദ്ധമായ പല ആനുകാലിക പ്രസിദ്ധീകരണങ്ങളെക്കാളും സർക്കുലേഷനുള്ള ഒരു മാസിക കൂടിയാണ് എന്ന് ബഹുമാനപ്പെട്ട സതീദേവി മാഡം അറിയണം. അത് കുമാരൻ്റെ ത്യാഗപൂർണമായ ഫലത്തിൻ്റെ ഒരു ഫലസിദ്ധിയാണ്. മനസ്സോടെ കേരളീയ സമൂഹത്തെ ആ രീതിയിൽ വിലയിരുത്തുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പം അതുകൊണ്ട് അവർ ഇടപെടുന്ന മേഖല അത്രയും നാമൊക്കെ അതിനെ വിലമതിക്കുന്നു. അതിന് തെളിവായി അതിൻ്റെ ഒരു സാക്ഷ്യപത്രമായിട്ടാണ് ഈ ഒരു പുരസ്കാരത്തിന് അവരെ അർഹയാക്കിയിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശിവ ടീച്ചറിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ സതീദേവി ടീച്ചറിൽ എത്തിയിരിക്കുകയാണ്. എന്തായാലും ഹൃദയപൂർവ്വം ഞാൻ വ്യക്തിപരമായി ബഹുമാനപ്പെട്ട സതീദേവി ടീച്ചർ ഈ അവസരത്തിൽ അനുമോദിക്കുകയാണ്. നടക്കുന്നത് തുളുനാട് ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ കുമാരൻ്റെയോ ഞങ്ങളുടെ നേട്ടം കൊണ്ടല്ല, പൊതുസമൂഹത്തിൻ്റെ നമുക്കറിയാം പൊതുസമൂഹത്തിൻ്റെ ഏറ്റവും കലവറയില്ലാത്ത പിന്തുണ കൊണ്ടാണ് ഇത് നടക്കുക. ഒരു വ്യക്തിക്കും കൂട്ടായ സമൂഹത്തിൽ നിലനിൽപ്പില്ല. മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയോടെ മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് തുളുനാട്. ഈ ഏറ്റവും സന്തോഷകരമായ, ഏറ്റവും ശ്രേഷ്ഠമായ, ഉദാത്തമായ ഒരു ദിവസമാണിത്. ഏറ്റവും അർഹിക്കുന്ന കൈകളിലേക്ക് വിനോദിനുടെ പേരിലുള്ള ഈ പുരസ്കാരം പോകുന്നു. ഒരുപക്ഷെ വിനോദിനോട് ഓർമ്മയോടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം കൂടിയാണ്. ഈ നിങ്ങളുടെ സഹായവും നിങ്ങളുടെ നല്ല മനസ്സും എന്നും കൂടെ ഉണ്ടാവണം. നമ്മുടെ ജില്ലയുടെയും പുറത്തുനിന്നുള്ള പ്രദേശങ്ങളിൽ നിന്ന് പലരും കൂടി എത്തിയിട്ടുണ്ട്. ജീവിതത്തിൻ്റെ പല മേഖലകളിലും വ്യാപരിക്കുന്നവരിവിടെയുണ്ട്. പേജിലും സദസ്യവുമായി നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ പിന്തുണയും പ്രോത്സാഹനവും നല്ല മനസ്സും ഭാവിയിലും തുളുനാടിനോടൊപ്പം ഉണ്ടാകണം. തുടർന്ന് സലാ വിനോദിനി നാലപ്പാട് നമ്മെ വേണ്ടി വരികയും ആ വർഷം തന്നെ അവാർഡ് വിതരണം ആരംഭിച്ച് കൊടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്രാവശ്യം 10ാമത് അവാർഡാണ് ഇവിടെ വിതരണം ചെയ്യുന്നത്. ഈ വർഷത്തെ അവാർഡ് നൽകുന്നത് നമ്മുടെ സ്ത്രീകളുടെ സുരക്ഷയ്ക്കും അവകാശങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുകയും സ്ത്രീ സമത്വത്തിനും ചൂഷണത്തിനെതിരെയും ശബ്ദമുയർത്തുന്ന CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും വനിതാ കമ്മീഷൻ അധ്യക്ഷയുമായ അഡ്വക്കേറ്റ് പി സതീദേവി അവർക്കാണ്. അദ്ദേഹത്തെ ആദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ 2 പ്രായമായ വ്യക്തിത്വങ്ങളെ ഈ വേദിയിൽ വെച്ച് ആദരിക്കുന്നുണ്ട്.
1949 സ്ത്രീകൾ ഏറ്റെടുത്ത് നടത്തിയ ചട്ടിയും കലവും സമരവും, മിച്ചഭൂമി സമരവും, നെല്ലെടുപ്പ് സമരവും, നിരവധി കർഷക സമരങ്ങളിൽ പങ്കെടുത്ത് കൊടിയ മർദ്ദനങ്ങളും ജയിൽവാസവും അനുഭവിച്ച മടിക്കയുടെ കമ്മ്യൂണിസ്റ്റ് കർഷക പോരാട്ടങ്ങളുടെയും വളർച്ചയുടെയും ഭാഗമായ മാറിയ മടിക്കയിലെ കാരിച്ചമ്മയെ ഏറെ ആദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ കർഷക പ്രസ്ഥാനത്തിൻ്റെ അടിയുറച്ച ആദ്യകാല പ്രവർത്തക മടിക്കൈ ആലയിലെ KV ജാനുവമ്മയും ഈ വേദിയിൽ വെച്ച് ആദരിക്കുന്നുണ്ട്. ജാനുവമ്മയും ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതിന് പുറത്ത് നമ്മുടെ മഹിളാ സംഘടന ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് പോവുകയായി നല്ലൊരു സംഘാടകയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ നിലയിൽ CPIM-ന്റെ അംഗത്വത്തിലേക്കും പ്രവർത്തനത്തിലേക്കും ഒക്കെ കടന്നു വരികയായി. അവരുടെ കുട്ടികൾ പഠിച്ച വെള്ളിക്കൊത്ത് സ്മാരക സ്കൂളിലെ മദർ PTA പ്രസിഡന്റായിരുന്നു. എല്ലാ രംഗങ്ങളിലും നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നല്ല വാഗ്ദാനമായിട്ട് പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാനുള്ള സംഘാടകരുടെ കൂട്ടത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അകാലത്തിൽ വിനോദിനിയെ നമുക്ക് നഷ്ടപ്പെട്ടു. ആ ദുഃഖം ഇതിൻ്റെ മുഖ്യ സംഘാടകയായിട്ടുള്ള ഈ തുളുനാട് ബുക്സിൻ്റെയും അതുപോലെ തന്നെ മാസികയിലെയും മുഖ്യ സംഘാടകയായിട്ടുള്ള വിനോദിനി നഷ്ടപ്പെട്ട സന്ദർഭം അവരുടെ സ്മരണയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ആ സ്മരണയോട് നീതി ചെയ്തുകൊണ്ട് ആ പ്രസ്ഥാനം ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അവരുടെ ഭർത്താവ് കുമാരൻ അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കും തന്നെ കഴിഞ്ഞുകൊണ്ടിരുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. സതീദേവി വനിതാ കമ്മീഷന്റെ ആദരണീയ അധ്യക്ഷ, കൂത്തുപറമ്പിനടുത്ത് പാട്ടം കിഴക്കേ കതിരൂരിൽ കാരായി കുഞ്ഞിരാമന്റെയും സഖാവ് P. ജയരാജന്റെ സഹോദരി ജനാധിപത്യ മഹിളയായിരുന്നു. അവാർഡ് വിതരണത്തിന് നമ്മുടെ വടക്കിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിലെ നവപ്രഭയായി എന്നും കൂടെ നിൽക്കുന്ന ആദരണീയനായ ബഹുമാനപ്പെട്ട P. കരുണാകരൻ അവരുകളെയും സ്വാഗതം ചെയ്യുന്നു. പ്രസിദ്ധീകരണം മുടങ്ങാതെ നടത്തുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമില്ല. സാമ്പത്തികമായിട്ടുള്ള പ്രയാസം, മാസിക ഓരോ പ്രാവശ്യം ഇറക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള വിഭവസമ്പത്ത് ശേഖരിക്കാൻ, അത് കൃത്യമായി എത്തിച്ചു കൊടുക്കാൻ, അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏകദേശം 1700ഓളം പുസ്തകങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ പ്രധാനപ്പെട്ട എഴുത്തുകാരുടെ പുസ്തകങ്ങൾ തന്നെ പ്രസിദ്ധീകരിക്കാൻ സാധിച്ചു എന്നുള്ളത് നമ്മുടെ നാട്ടിനെ സംബന്ധിച്ച് തന്നെ വളരെയേറെ അഭിമാനകരമായ കാര്യമാണ്. ഇവിടെ പ്രിയ സഖാവ് വിനോദിനിയുടെ പേരിലാണ് ഈ അവാർഡ് നൽകുന്നത്. നമ്മുടെ ഈ പ്രദേശത്ത് വളരെ ചെറുപ്പത്തിൽ തന്നെ സാഹിത്യരംഗത്ത്, കലാരംഗത്ത്, എഴുത്തുരംഗത്തൊക്കെ തിളങ്ങി നിന്ന സഖാവായിരുന്നു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ അകാലത്തെന്നാണ് നമ്മളെ പറ്റിപ്പിരിഞ്ഞത്. ഈ പ്രവർത്തനത്തിൽ നിങ്ങളോടൊപ്പം ഒന്നിച്ച് ഉണ്ടാകേണ്ടിയിരുന്ന സഖാവ് പ്രശാന്ത് 2 ദിവസം മുമ്പായിരുന്നു പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട സ്വാഗത സംഘ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ പല നിർദ്ദേശങ്ങളും സഖാവ് പ്രശാന്ത് നൽകിയത് ഓർക്കുക. ഈ 2 സഹാക്കളുടെയും ധന്യമായ സ്മരണയ്ക്ക് മുമ്പിൽ ആദ്യമായി ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. രാവിലെ ഒന്നും ഞങ്ങളുടെ നാട്ടിൽ മീറ്റിംഗ് നടക്കും. എല്ലാ മീറ്റിങ്ങും വൈകുന്നേരമാണ്. അപ്പം നമ്മുടെ ആളുകൾ പറഞ്ഞില്ല, ഇവിടെ രാവിലെ ആയാലും വൈകുന്നേരമായാലും എല്ലാ മീറ്റിംഗ് നടക്കും. അപ്പോൾ രാവിലെ 9 തന്നെ വന്ന സമയത്ത് ആളുകൾ കുറവായതുകൊണ്ട് നടക്കുമെന്നുള്ള സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇതുപോലുള്ള പരിപാടികളിൽ കൃത്യസമയത്ത് തന്നെ എത്താനും അതുപോലെ തന്നെ അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളവരാണ് നമ്മളാണ്. ഈ 25 വർഷത്തെ പ്രവർത്തനത്തിനിടയിൽ നാട്ടിലെ നല്ലവരായ ആളുകൾ
ആളുകളുടെ സഹായവും സഹകരണവും തുളുനാട് മാസികയ്ക്ക് ലഭിച്ചിട്ട് നമുക്ക് പറയാൻ കഴിയും. എനിക്കറിയാം, 10-15 വർഷം ഒരു വലിയ പത്രത്തിൻ്റെ ചുമതലയിൽ പ്രവർത്തിച്ച സമയത്തും ഓരോ ദിവസവും ഒരു പത്രം നടത്തുമ്പോൾ അല്ലെങ്കിൽ മാസിക നടത്തുമ്പോൾ നമ്മൾ നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങളും കാര്യങ്ങളും. അപ്പോൾ പ്രത്യേകിച്ച് മറ്റാൾക്കാരുണ്ടാകും എങ്കിൽ പോലും അതിൽ മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് കുമാരന് നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങൾ ഞാൻ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ചടങ്ങിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഏതായാലും ഇവിടെ അർഹതപ്പെട്ട കൈകളിലേക്ക് തന്നെയാണ് വിനോദിനിയുടെ പേരിലുള്ള ഈ അവാർഡ് എത്തിയിട്ടുള്ളത്. സദീനബിയെ ആർദ്രമായി അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ ഇത്തരം ഒരു പരിപാടിക്ക് നേതൃത്വം നൽകിയ തുളുനാട് മാസികയുടെ പ്രവർത്തകരെയും ആർദ്രമായി അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളെയെല്ലാം സഹായിക്കുന്നു. നിങ്ങളെല്ലാം അനുവാദത്തോടുകൂടി ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കുന്നു. നിങ്ങൾക്ക് അഭിനന്ദനം. മരിക്കും വരെ പാർട്ടിക്കൊപ്പമേ ജീവിക്കൂ എന്നുള്ളതാണ് ജാനമ്മയുടെ എപ്പോഴും പറയുന്ന ഈ ആദരവ് ഏറ്റുവാങ്ങുവാൻ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഈ ആദരവ് നൽകുവാൻ വനിതാ കമ്മീഷൻ ആദരണീയ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവിയെയും ക്ഷണിക്കുന്നു. നിറഞ്ഞ കയ്യടിയോടുകൂടി നമുക്ക് ആ മാതൃ വനിതയെ ആദരിക്കാം, അംഗീകരിക്കാം. ഈ വേദിക്ക് സാക്ഷ്യത്തിൽ സംസാരിച്ചാൽ അത് കേട്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് ചരിത്രങ്ങൾ അടവറക്കുന്ന അമ്മ 1949 സ്ത്രീകൾ ഏറ്റെടുത്ത് നടത്തിയ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിന്റെ ഉപഹാര വിതരണം നടത്തുന്നത് മൺമറഞ്ഞു പോയ മഹൽ വ്യക്തിത്വങ്ങളെ നമ്മൾ ആദരിക്കുന്നതും അവരുടെ പേരിലുള്ള അനുസ്മരണ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നതും ആത്മീയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലല്ല എന്ന് നമുക്കൊക്കെ നന്നായിട്ട് അറിയാവുന്നതാണ്. മൺമറഞ്ഞു പോയ നമ്മുടെ പൂർവികരായിട്ടുള്ള മഹൽ വ്യക്തിത്വങ്ങളെ ആദരിക്കുന്ന ചടങ്ങുകളിൽ തീർച്ചയായും അവർ നമ്മളോടൊപ്പം ഈ മണ്ണിൽ ജീവിച്ചിരുന്ന സമയത്ത് അവരേത് ലക്ഷ്യത്തിനു വേണ്ടിയിട്ടായിരുന്നുവോ പ്രവർത്തിച്ചിരുന്നത്, അവരുടെ ജീവിത അഭിലാഷങ്ങൾ എന്തൊക്കെയായിരുന്നു, അവരെന്തൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നത്, ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ അവരുടെ സ്മരണയിൽ നിന്ന്, അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ജീവിത അഭിലാഷങ്ങൾ നിറവേറ്റുന്നതിന് അവരുയർത്തിയിട്ടുള്ള ആശയങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെ ഏറ്റെടുക്കുക എന്നുള്ളതാണ് മൺമറഞ്ഞു പോയ ഓരോ വ്യക്തിത്വങ്ങളെയും അനുസ്മരിക്കുന്ന അനുസ്മരണ ചടങ്ങുകൾ സംഘടിപ്പിക്കുമ്പോഴും അവരുടെ പേരിൽ ആദരിക്കൽ ചടങ്ങുകൾ സംഘടിപ്പിക്കുമ്പോഴും നമ്മളെല്ലാം ലക്ഷ്യമിടുന്നത്. തീർച്ചയായും ശ്രീമതി വിനോദിനി നാലപ്പാടത്തിന്റെ നാമധേയത്തിൽ ഇത്തരത്തിലുള്ള ഒരു അവാർഡ് ദാന ചടങ്ങ് കഴിഞ്ഞ 9 വർഷങ്ങളായിട്ട് സംഘടിപ്പിക്കുമ്പോഴും ഇതിന്റെ സംഘാടകർ ലക്ഷ്യമിട്ടിട്ടുള്ളത് അവരുടെ ജീവിത കാലയളവിൽ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള മഹത്തായിട്ടുള്ള മൂല്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം അവരുടെ സ്മരണയിൽ നിന്ന് തന്നെ അവരുടെ ജീവിതാനുഭവങ്ങൾ അയവിറക്കിക്കൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്തരത്തിലുള്ള ചടങ്ങുകൾ പ്രേരണയാവണം എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഇതിന്റെ സംഘാടകർക്ക് ഈ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്ന സമയത്തുള്ളത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. തീർച്ചയായും ഈ മണ്ണിൽ ജനിച്ച് ജീവിച്ച് പുരോഗമന ആശയങ്ങൾക്കൊപ്പം നിലകൊണ്ട് തന്റെ ജീവിത കാലയളവിനുള്ളിൽ ആ മാസികയുടെ പ്രസിദ്ധീകരണമായി മുന്നോട്ട് പോകാനും അതുപോലെ തന്നെ ഇതിന്റെ ഭാഗമായിട്ടൊരു പുസ്തക പ്രസാധന സംവിധാനം രൂപപ്പെടുത്താനും ഒക്കെ തന്നെ മുന്നോട്ട് വന്നുകൊണ്ട് അതിന് തുടർച്ചയുണ്ടാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സമയത്താണ് അകാലത്തിൽ അവർ നമ്മളെയെല്ലാം വിട്ടുപോയിട്ടുള്ളത്. പക്ഷെ അവർ മൺമറഞ്ഞു പോയതിനു ശേഷവും ആ ദൗത്യം ഏറ്റെടുക്കുന്നതിന് വേണ്ടി കൃത്യമായ ധാരണയോടുകൂടി നല്ല ദിശാബോധത്തോടുകൂടി തുളുനാട് മാസികയുടെ ചുക്കാൻ പിടിച്ചുകൊണ്ട് തന്നെ അവരുടെ ജീവിത സഖാവ് ആ പ്രവർത്തനം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അതിന് കൂട്ടായിട്ട്
അതിന് എല്ലാവിധത്തിലുള്ള പ്രചോദനവും നൽകിക്കൊണ്ട് ഹർഷയും ഹരിതയും അദ്ദേഹത്തോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള അനുഭവം. മൺമറഞ്ഞു പോകുന്ന ആളുകളുടെ വേദനാജനകമായിട്ടുള്ള വേർപാട് ഉള്ളിലൊതുക്കിക്കൊണ്ട് എങ്ങനെയാണ് അവരുടെ ജീവിതാഭിലാഷം നിറവേറ്റുക എന്നുള്ളത് തീർച്ചയായും നമുക്ക് ഒരു മാതൃകയായിട്ടാണ് ഈ കുടുംബത്തിന്റെ പ്രവർത്തന ശൈലി എന്ന് കാണുന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ആ കുടുംബം തന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ സാംസ്കാരിക രംഗത്ത്, സംഘടനാ പ്രവർത്തന രംഗത്ത് എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു പുരോഗമന ആശയത്തിന് തങ്ങളുടേതായ സംഭാവന ചെയ്യാൻ എന്നും അതിനുവേണ്ടി പ്രത്യേകമായി സമയം കണ്ടെത്തി പ്രവർത്തിക്കുന്ന മകളാണെങ്കിലും ഇതിപ്പോൾ ജില്ലയിലെ യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകയാണ് ഹരിത എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ പത്രപ്രവർത്തന രംഗത്ത് തന്നെ പ്രവർത്തനത്തിന് വേണ്ടി ആണ് രണ്ടാമത്തെ മകൾ അവരുടെ പഠനം തുടരുന്നത്. തീർച്ചയായും ഇടതടമില്ലാതെ ഇത്തരമൊരു പ്രവർത്തനം സംഘടിപ്പിക്കുക എന്നത് പുതിയ കാലത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ സദസ്സിന്റെ ഭാഗമായി തന്നെ സംഘടിപ്പിക്കപ്പെട്ട മറ്റൊരു പരിപാടിയാണ് ഈ നാടിന്റെ ഇന്ന് കാണുന്ന സാഹചര്യത്തിലേക്ക് നമ്മെ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് തങ്ങളുടെ ചെറിയ ജീവിതം കൊണ്ട് എഴുതി വെക്കാനാവുന്ന ഏറ്റവും മികച്ച കവിതകൾ, ജീവിതത്തിന്റെ കവിതകൾ എഴുതി വെച്ച 2 പേർ ഈ സദസ്സിൽ ആദരിക്കപ്പെട്ടു എന്നുള്ളത്. ആകസ്മികമായി നമ്മെ വിട്ടുപിരിഞ്ഞു. തമിഴ്നാട് മാസികയുടെ പ്രവർത്തനത്തോടൊപ്പം സാംസ്കാരിക രംഗത്തും അതോടൊപ്പം യുവജന സംഘടനാ രംഗത്തും സജീവമായി പ്രവർത്തിക്കുകയും പൊതു പ്രവർത്തനങ്ങളിലെല്ലാം സജീവമായി ഇടപെടുകയും ചെയ്തിട്ടുള്ള സഖാവ് വിനോദിനിയുടെ സ്മരണ നിലനിർത്തുകയും എല്ലാ വർഷവും ഈ അവാർഡ് വിതരണ ചടങ്ങും അതുപോലെ സ്മരണ പുതുക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ച് ഒരുപാട് മാസങ്ങളിൽ ആലപ്പാട് കാഴ്ച വിനോദിനി ആലപ്പാടും ഈ മണ്ണിലൊക്കെ ജീവിക്കുന്ന മനുഷ്യരുടെ പ്രസ്ഥാനത്തോടൊപ്പം എന്നും നിലകൊള്ളിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കർഷക തൊഴിലാളി യൂണിയന്റെ വളരെ സജീവമായ പ്രവർത്തകയായിരുന്നു വിനോദിനി ആലപ്പാട്. മണ്ണിൽ പണിയെടുക്കുന്ന മനുഷ്യന്റെ അവകാശ പോരാട്ട സമരവേദിയിലെല്ലാം തന്നെ വിനോദിനി ആലപ്പാടം എപ്പോഴും ജാഗ്രതയോടുള്ള പ്രവർത്തനം നടത്തിയിരുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. സർക്കാർ പ്രവർത്തനത്തിനകത്തും രാഷ്ട്രീയ പ്രവർത്തനത്തിനകത്തും എല്ലാം വളരെ ജാഗ്രതയോടുള്ള പ്രവർത്തനമായിരുന്നു വിനോദിനി ആലപ്പാടം നടത്തിയിട്ടുള്ളതെന്ന് നമുക്ക് അവിടെ പ്രവർത്തനം നോക്കിക്കണ്ടാൽ കാണാൻ വേണ്ടി കഴിയും. ആദ്യമായി ഇങ്ങനെ ആദരവ് നൽകിയ തമിഴ്നാട് മാസിക CPM രാജ്യത്തിന് നന്ദി അറിയിക്കുകയാണ്. ഈ മേഖലയിലെ സാമൂഹ്യ സാംസ്കാരിക സാഹിത്യ മേഖലയിലെ പ്രമുഖ വ്യക്തിത്വമായിരുന്ന വിനോദിനി ആലപ്പാടത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുക. മിക്കവാറും എല്ലാ വിഷയങ്ങളും ഇവിടെ പ്രതിപാദിക്കപ്പെട്ട് കഴിഞ്ഞു. വിശദമായ പ്രസംഗത്തിലേക്ക് ഞാൻ പോകുന്നു. കലാ സാംസ്കാരിക രംഗങ്ങളിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലും വളരെ കൃത്യതയോടെ ഇടപെടാൻ വേണ്ടി കഴിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിൽ VP പ്രശാന്തിന്റെ വിയോഗം നമ്മെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമാണ്.
നേരത്തെ ഈ ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിനോദിനി ആലപ്പാടത്തെ നമ്മുടെ നാട് എങ്ങനെയാണോ കണ്ടിരുന്നത് അതുപോലെ തന്നെ ആയിരുന്നു VP പ്രശാന്തിലൂടെ നമുക്ക് കഴിഞ്ഞ ഡിസംബറിൽ സംഭവിച്ച നഷ്ടവും. അതോടൊപ്പം തന്നെ 2 പ്രധാനപ്പെട്ട ചടങ്ങും കൂടെ ഇവിടെ നടന്നു. ആ ചടങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. മടിക്കയിലെ സ്ത്രീ പോരാട്ടത്തിൻ്റെ മൂർത്തിഭാവങ്ങളായ 2 അമ്മമാരെയാണ് ഇവിടെ ആദരിച്ചത്. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടുമ്പുറത്തൊക്കെ ഒരു രീതിയുണ്ട്. ആ നാടിൻ്റെ സംസ്കാരവും അതിൻ്റെ പൈതൃകവുമല്ല ആ അമ്മമാരിലൂടെയാണ് പിൻതലമുറക്ക് കൈമാറിക്കിട്ടുന്നത്. അവർ കമ്മ്യൂണിസ്റ്റ് പോരാളികൾ, വനിതാ പോരാളികൾ മാത്രമായിരുന്നില്ല മടിക്കയിൽ. മടിക്കയുടെ പടപ്പാട്ടുകാരായിരുന്നു അവർ. മടിക്കയിലെ ആദ്യകാല സ്ത്രീകൾ താൻ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രചാരവാഹകരാകുന്നത് അവർ പലപ്പോഴും നാടൻ പാട്ടുകളിലൂടെയാണ്. ഞാൻ ഓർക്കുകയാണ്, പലപ്പോഴും മടിക്കയിലുള്ള ഈ പ്രാദേശികമായ വാർത്ത ശേഖരിക്കാൻ പോകുമ്പോൾ അവിടുത്തെ അമ്മമാരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർക്ക് നാടൻ പാട്ടുകൾ സമർത്ഥമായി അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം തൻ്റെ മക്കളെ താരാട്ട് പാട്ടിലൂടെ ഈ ലോകത്തോട് വിളിച്ചു പറയുക. നിങ്ങൾ വരിഞ്ഞു നോക്കുക. ഞാനെൻ്റെ പാർട്ടിക്ക് വോട്ടു ചെയ്യും, ഞാനെൻ്റെ പാർട്ടിക്ക് വോട്ടു ചെയ്യും, ഞാനൊരു വാളിനെ വോട്ടു ചെയ്യും. ഇതേതും കവി എഴുതിയല്ല, ആ അമ്മമാർക്ക് തോന്നുകയാണ്. പിന്നെ അടിയന്തരാവത്തിന് മറ്റൊരു രൂപം, രാജനെ കൊന്നവ രണക്കാരി കേരളം പാടുന്ന ദൂഷിതരി. ഇങ്ങനെ നല്ല നല്ല നാടൻ പാട്ടുകൾ മിത്തുകളുടെ രൂപത്തിലൊക്കെ തന്നെ അവതരിപ്പിച്ച് നമ്മുടെ രാഷ്ട്രീയ ബോധ്യത്തെ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു വലിയ സംസ്കാരത്തിന്റെ ഉടമകളാണ് മടിക്കയിലെ അമ്മമാർ, അതുപോലെ കയ്യൂരിലെ അമ്മമാർ, കരുവള്ളൂരിലെ അമ്മമാർ, രാമേശ്വരത്തെ അമ്മമാർ. രക്തസാക്ഷികൾ കാലം മറക്കാത്ത മീനമാസം കോറോ ചരിത്രം കുറിച്ച മാസം നാട്ടിൽ പടരുന്ന പട്ടിണി മാറ്റുവാൻ കൂട്ടക്കുരുതി തുടർന്ന മാസം കാലം മറക്കാത്ത മീനമാസം കോറോ ചരിത്രം കുറിച്ച മാസം നാട്ടിൽ പടരുന്ന പട്ടിണി മാറ്റുവാൻ കൂട്ടക്കുരുതി നടന്ന മാസം ഒട്ടും പിടക്കാതെ നിങ്ങളീ മണ്ണിലെ കർമ്മരംഗം പരിപൂർണമാക്കി വിലപ്പെട്ട നിമിഷങ്ങളൊന്നുമേ കളയാതെ വിപ്ലവ പാതയിൽ സഞ്ചരിച്ചു. മാടത്തിനുള്ളിൽ തടവറയിൽ കൊട്ടാരക്കെട്ടിൽ പെരുവഴി എത്ര സഖാക്കളെ കൊന്നൊടുക്കി, എത്ര സ്വരങ്ങൾ നിശബ്ദമാക്കി. മാറുമറക്കാൻ വഴി നടക്കാൻ ഒരു തുണ്ടു ഭൂമിയെ സ്വന്തമാക്കാൻ പട്ടിണി മാറ്റി നടുനിവർക്കാൻ പടവാളെടുത്ത സഖാക്കൾ നിങ്ങൾ. മണ്ണിന്റെ മാറി ചൊരിഞ്ഞ ചുടുനിടം മാറ്റിക്കുറിച്ചു ചരിത്രഗാഥ. മണ്ണിന്റെ മക്കളും മർത്യരെന്നറിയിച്ച് മാറു നിവർത്തി നടന്നു ഞങ്ങൾ. നീതി കാണിക്കത്തൊരധികാരികൾ അതിരറ്റ നെറികേടു കാട്ടിയപ്പോൾ ആജ്ഞകൾ ലംഘിച്ചു ഗർജിച്ചു നിങ്ങൾ. അധികാരിവർഗം വിറച്ചു നിന്നു. ജീവനെ ഹോമിച്ച് ജീവിതം ജ്വലിപ്പിച്ച ധീരരാം രക്തസാക്ഷികളെ എല്ലാം മറക്കുകില്ലുயிருള്ള കാലം ഈ മക്കളൊന്നും മറക്കുകില്ല.
ഇല്ല മറക്കുകില്ലുയിലുള്ള കാലം ഈ മക്കളൊന്നും മറക്കുകില്ല, ഈ മക്കളൊന്നും മറക്കുകില്ല. നന്ദി, നമസ്കാരം.